അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വലിയൊരു കൊട്ടാരം കണക്ക് വലുപ്പമുള്ള വീടിൻ്റെ മുമ്പിലേക്ക് അതാ ഷെഫി ഉസ്താദിനോട് വണ്ടി തിരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. വാഹനം ഗേറ്റ് കടന്ന് അതാ ആ ഒരു വിശാലമായ മുറ്റത്തേക്ക്. മാഷാ അല്ലാഹ്, അറബി വാഹനം നിർത്തുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അറബിയും ഭാര്യയും അവിടെ നിന്ന് ഇറങ്ങുന്നു. ഷെഫി ഉസ്താദിനോടും ഇറങ്ങി വരുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഷെഫി ഉസ്താദ് മടിച്ചു. വേണ്ട, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ വാഹനത്തിൽ ഇരുന്നോളാം. ഏയ്, അത് പറ്റില്ല. പക്ഷെ ഷെഫി ഉസ്താദിന് അത് വല്ലാത്തൊരു മടിയായി തോന്നി. കാരണം മറ്റൊന്നുമല്ല, അവരുടെ ഫാമിലി ഹൗസിലേക്കൊക്കെ വെറും ഡ്രൈവറായ ഞാൻ കയറി ചെല്ലുന്നത് മോശമാണെന്നുള്ള ആ ഒരു ബോധം കൊണ്ട് തന്നെ ഷെഫി ഉസ്താദ് അവിടെ തന്നെ ഇരുന്നു. അതിൽ അറബിച്ച് പറഞ്ഞു, വേണ്ട ഉസ്താദ്, അവിടെ ഇരുന്നോട്ടെ. അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇഷ്ടമില്ലെങ്കിലോ? അർബ, നിർബന്ധിക്കണ്ട, ഞങ്ങൾ പോയിട്ട് വരാം. വിശാലമായ ആ മുറ്റത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് കാറിൽ തന്നെ അതാ ഷെഫി ഉസ്താദ് ഇരുന്നു. വാഹനം ഇറങ്ങി വരുന്ന അതിഥികളെ അതാ അവിടെയുള്ള സെർവൻ്റ് കണ്ട് ക്ഷണിക്കുന്നു. നേരെ അർബാവിനോടും ജെയ്ത്തൂൻ ബീവിയോടും വിവരം പറയുന്നു. അതെ, നിങ്ങളുടെ ബന്ധുക്കളാണെന്ന് തോന്നുന്നു, ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് അറബി മുന്നോട്ട് വന്നു. സൈഫുദ്ദീൻ അറബി. മാഷാ അല്ലാ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തൻ്റെ എളാപ്പയും ഇളയമ്മയുമാണ് വരുന്നത്. ഉപ്പയുടെ പ്രിയപ്പെട്ട അനിയനെ അതാ സൈഫുദ്ദീൻ അറബി കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴേക്കും ജെയ്ത്തൂൻ ബീവിയും ഓടി വന്നു. അതാ സഫിയ ബീവിയെയും വരവേൽക്കുന്നു, നല്ല രീതിയിൽ ആശീർവദിക്കുന്നു. വീൽ ചെയറിൽ ഇരിക്കുന്ന ഉമ്മക്കും അവരെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. എല്ലാവരും നല്ല രീതിയിൽ അവരെ സ്വീകരിക്കുന്നു. അവർ ആ മജ്‌ലിസിലിരുന്നു കൊണ്ട് തന്നെ സംസാരിക്കുന്നു. പെട്ടെന്ന് ബീവി പറഞ്ഞു, അല്ല, നമ്മള് വെറും സംസാരിക്കാൻ മാത്രമല്ലല്ലോ വന്നത്, പ്രധാനപ്പെട്ട ഒരാളെ കാണാൻ വേണ്ടി കൂടിയാണല്ലോ. ജെയ്ത്തൂൻ ബീവിക്ക് അത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം വേണ്ടി. മാഷാ അല്ലാ, ഞാൻ അവളെ വേണ്ട, ഇങ്ങോട്ട് വിളിക്കൊന്നും വേണ്ട, ഞങ്ങൾ അവിടെ വന്ന് കണ്ടോളാം. നേരെ അതാ ജെയ്ത്തൂൻ ബീവി അതാ ഫർസാനയുടെ അരികിലേക്ക് പോകുന്നു. നിറവയറുമായി നിൽക്കുന്ന ഫർസാന. യാ ഫർസാൻ. ആ ബീവി. ആ അതെ, നമ്മുടെ ഫാമിലീസ് കുറിച്ച് നിന്നെ കാണുവാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഫാമിലീസ്? അവൾ ശരിക്കും ഒന്ന് ഭയന്നു. ഏയ് അതെ, ഇവിടുത്തെ ഉപ്പയുടെ അനിയനും അനിയൻ്റെ ഭാര്യയുമാണ്. എളാമ എളാപ്പ. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ഭയം തോന്നി. പഠിച്ചോനെ അല്ലാ, ഞാനിവിടെ ഈ കള്ളത്തരത്തിലൂടെയാണല്ലോ ഇവിടെ കഴിയുന്നത്. പഠിച്ചോനെ റഹ്മാനെ, എനിക്ക് നീ ശക്തി നൽക് റഹ്മാനെ, ധൈര്യം നൽക്. സത്യം പറഞ്ഞാൽ അവളുടെ ആ ധൈര്യമെല്ലാം ചോർന്നു പോകുന്ന പോലെയാണ് ഫർസാനയ്ക്ക് അനുഭവപ്പെട്ടത്. അവളുടെ മുഖം വിളറി വെളുത്തു. അതുകൊണ്ട് ജെയ്ത്തൂൻ ബീവി ചോദിച്ചു, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. എന്തു പറ്റി? ടെൻഷനായോ? ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ അറബിക്കൊരു കുഞ്ഞ് പിറക്കാൻ പോവല്ലേ, അപ്പോൾ അവർ നിന്നെ കാണുവാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ മോള് വിഷമിക്കരുത്. അതൊന്നുമില്ല. സത്യം പറഞ്ഞാൽ അവൾക്ക് എന്തൊക്കെയോ ആയിപ്പോയി. റബ്ബേ റഹ്മാനെ, എത്രയെന്ന് കരുതി ബീവിയെ പറ്റിച്ചിവിടെ ജീവിക്കും ഞാൻ? എത്ര ദിവസമായി തൽക്കാലം എന്നോട് പറയേണ്ടെന്ന് പറഞ്ഞത്. അതങ്ങനെ തന്നെ നിന്നോട്ടെ, കാരണം ആ ബീവിയുടെ സന്തോഷം ഞാനായിട്ട് ഇനി കളയണ്ടല്ലോ. എവിടെ? പെട്ടെന്ന് അതാ അറബിയുടെ ഭാര്യ കടന്നു വരുന്നു. എവിടെ ജെയ്ത്തൂൻ? എവിടെ നിന്റെ പെണ്ണ്? ആ എളാമ വരി, ഇവിടെയാണ്. അങ്ങനെ അതാ ഫർസാന നിൽക്കുന്ന റൂമിലേക്ക് അവർ കടന്നു വരുന്നു. മാഷാ അല്ലാ. മോളെ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ജെയ്ത്തൂൻ, നീ മിടുക്കി പെണ്ണാണ് കേട്ടോ. എന്തൊക്കെ തന്നെയായാലും നിന്നെക്കൊണ്ട് ഇതിനെ കഴിയുള്ളൂ. മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? അൽഹംദുലില്ലാ, മാഷാ അല്ലാ, സുഖാണ്. അവൾ എങ്ങനെയൊക്കെയോ അറബിയിൽ അത് പറഞ്ഞൊപ്പിച്ചു. അല്ലാഹ് സുബ്ഹാനഹു വ തആല മോളെയും കുഞ്ഞിനെയും കാത്തുരക്ഷിക്കട്ടെ. ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കട്ടെ. ആമീൻ. ജെയ്ത്തൂൻ, നീ ഒരു കൊച്ചു കള്ളി തന്നെ കേട്ടോ. എന്നാലും എൻ്റെ ജെയ്ത്തൂൻ, നിനക്ക് എങ്ങനെ ഇത് സാധിച്ചു? എനിക്ക് എന്തെന്നറിയില്ല, വല്ലാത്തൊരു ആഗ്രഹം, കുഞ്ഞെന്ന ആഗ്രഹം. പക്ഷേ എനിക്ക് അതിനുള്ള ഭാഗ്യമില്ലല്ലോ. സാരല്ല, പഠിച്ചോനെ ഒരു വഴിയില്ലെങ്കിൽ മറ്റൊരു വഴി തുറന്നു തരുമെന്ന് പറഞ്ഞാൽ അത് വെറുതെ അല്ല. എനിക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ
ഇവളെ കണ്ടുകിട്ടി. ശരിയാണ്, 5 വർഷത്തോളം ഞാൻ ആഗ്രഹിച്ചതാണ് ഓരോ കുഞ്ഞിനു വേണ്ടിയോ. എല്ലാവരും കുഞ്ഞിനെയും കൂട്ടി നടക്കുന്നതും എടുക്കുന്നതൊക്കെ കാണുമ്പോഴേ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. അത് കാണുമ്പോൾ വല്ലാത്തൊരു ആഗ്രഹമാണ്. എൻ്റെ മനസ്സിൽ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു തൻ്റെ അറബിയെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കുക എന്നുള്ളത്. എന്നാൽ ഒരിക്കൽ മസ്രയിലേക്ക് പോയ സമയത്ത് അവിടെ കണ്ട ആ ഒരു കാഴ്ച, അതെ, അവളും അവിടെ ജോലിക്ക് കയറിയതായിരുന്നു. അങ്ങനെയാണ് അവളെ ഞാൻ കണ്ടത്. ഞാനൊരുപാട് നിർബന്ധിച്ചു സെയ്ഫിനെ, പക്ഷേ സെയ്ഫ് അതിനൊന്നും കൂട്ടാക്കിയില്ല. പക്ഷേ എൻ്റെ നിർബന്ധപ്രകാരം പിന്നീട് സെയ്ഫ് സമ്മതം മൂളുകയായിരുന്നു. അങ്ങനെയാണ് അവൾ നിക്കാഹ് കഴിച്ചത്. ആണല്ലേ, മാഷാ അല്ലാ. എങ്കിലും മോളെ, നീ നല്ല കുട്ടിയാണ്. കാരണം മക്കളില്ല എന്ന് കരുതിയിട്ട് കാലാകാലം അങ്ങനെ നിൽക്കാനല്ലേ തോന്നിയത്. അത് മറ്റൊരുത്തിയെ തൻ്റെ ഭർത്താവിന് വേണ്ടി നിക്കാഹ് കഴിപ്പിച്ചു കൊടുത്തു. അവളിപ്പോൾ പ്രഗ്നൻ്റായി. മാഷാ അല്ലാ, അടുത്ത ആഴ്ച ഡെലിവറി. നീ മിടുക്കിയാണ് മോളെ, മിടുക്കിയാണ്. ജെയ്ത്തൂൻ ബീവിയുടെ തലയിൽ തൊട്ടുകൊണ്ട് അതാ എളാമ പറയുന്നു. അപ്പോഴേക്കും സെർവൻസ് അതാ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു. വരൂ, ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു ജെയ്ത്തൂൻ ബീവി അതാ വിളിക്കുന്നു. അപ്പോഴാണ് അറബി അത് ഓർത്തത്. ഷെഫി, അത് ഡ്രൈവർ ഉണ്ട് വാഹനത്തിൽ. ഡ്രൈവർക്ക് നമുക്ക് അവിടേക്ക് വെച്ച് കൊടുക്കാം, അതായിരിക്കും നല്ലത്. അതിൽ അറബി പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട, ഞാൻ അവനുള്ള ഫുഡ് ഡ്രിങ്ക്സ് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാം, അതായിരിക്കും നല്ലത്. അത് വേണ്ട, ഇങ്ങോട്ട് വിളിച്ചേക്കൂ. അങ്ങനെ അതാ അറബി ഷെഫി ഉസ്താദിനെ വിളിക്കുവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നു. സൈഫുദ്ദീൻ അറബി, ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഷെഫി ഉസ്താദ് സലാം അടക്കി. വരൂ, വീട്ടിലേക്ക് വരൂ. നോ താങ്ക്സ്, അത് പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾ വരൂ. അറബിയുടെ ആ സൽക്കാരത്തിന് പിന്നീട് ഷെഫി ഉസ്താദിന് ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം നിർബന്ധിച്ചപ്പോൾ ഷെഫി ഉസ്താദ് പതുക്കെ ആ മുറ്റത്തേക്ക് ഇറങ്ങി. തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള വലിയ കോട്ടയാട്, ചുറ്റുഭാഗത്തുമായി മനോഹരമായ ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ഒരിക്കലും ഇതൊരു അറബി വീടാണെന്ന് കണ്ടാൽ തോന്നുകയേയില്ല. അത്രക്കും പച്ചപ്പും പൂക്കളും നിറഞ്ഞ രീതിയിലുള്ള മുറ്റമായിരുന്നു അത്. അത്രക്കും മനോഹരമായ ചെടികളും പൂക്കളും. ഷെഫി ഉസ്താദ് ചുറ്റുഭാഗത്തുമായിട്ട് ഒന്ന് നോക്കി. ആ ഒരു മുറ്റത്ത് വിരിഞ്ഞു നിന്നിരുന്ന മനോഹരമായ ഒരു റോസാപ്പൂവ് ഷെഫി ഉസ്താദ് തൻ്റെ ഫോണിൽ അത് വെച്ച് ഒരു സെൽഫി എടുത്തു. മാഷാ അല്ലാ, തികച്ചും വ്യത്യസ്തമായിരിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ഇഷ്ടമാണ് ചെടികളും പൂക്കളും, അതുപോലെ എൻ്റെ ഭാര്യക്കും ഇഷ്ടമാണ്, ഉമ്മാക്കും. ഷെഫി ഉസ്താദിനോട് കാര്യങ്ങൾ അതാ സൈഫുദ്ദീൻ പറയുന്നു. അങ്ങനെ അതാ അവർക്കുള്ള ഫുഡും കാര്യങ്ങളുമെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഷെഫി ഉസ്താദ് അല്പം ബഹുമാനത്തോടു കൂടിയും അല്പം മടിയോടു കൂടിയും അവിടെ നിന്നു. എന്നാൽ അറബി അവരോട് സ്വീകരിച്ച് ഇരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഒരിക്കലും ഷെഫി ഉസ്താദ് അതറിയുന്നില്ല തൻ്റെ പ്രിയപ്പെട്ട ഫർസാന, അതെ, ഞാൻ സ്നേഹിച്ചിരുന്ന ഫർസാന ഈ വീട്ടിൽ ഉണ്ട് എന്നുള്ള കാര്യം. അതും അവൾ പൂർണ്ണ ഗർഭിണിയായി നിൽക്കുന്ന കാര്യം ഒന്നും ഷെഫി ഉസ്താദിന് അറിയുക പോലുമില്ല. സൈഫുദ്ദീൻ അറബിയെ അതാ ഉസ്താദിൻ്റെ അറബി പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇതാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ മോനെ. അവനക്ക് മക്കളില്ലായിരുന്നു. മക്കളില്ലാത്തതിൻ്റെ പേരിൽ പിന്നീട് മറ്റൊരു വിവാഹം കഴിക്കുകയായിരുന്നു. അപ്പോൾ അവളുടെ വയറ് കാണൽ ചടങ്ങ് എന്നൊക്കെ പറയുന്ന സ്ത്രീകൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും സ്വീറ്റ്സും മധുരങ്ങളൊക്കെ നൽകുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഷെഫി ഉസ്താദ് അല്പം വിനയത്തോടു കൂടി പറഞ്ഞു. ആണല്ലേ, മാഷാ അല്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു നിമിഷം ഫർസാന ഷെഫി ഉസ്താദിനെ കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവൾക്ക് ഭയമാകുമോ, അതോ അവൾ ഓടി വരുമോ? തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനോട് മാപ്പ് പറയുവാൻ വേണ്ടി അവൾ വരുമോ? പക്ഷേ ഈ നിറവയറുമായി അവൾ ഉസ്താദിനെ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എന്തൊക്കെ തന്നെയായാലും നമ്മുടെ ഷെഫി ഉസ്താദ് അവരുടെ സൽക്കാരം സ്വീകരിച്ചു. അറബിയും സൈഫുദ്ദീൻ അറബിയും ഷെഫി ഉസ്താദിനോട് നല്ല കൂട്ടായിരുന്നു. എന്നാൽ ഈ സമയം ഫർസാനയോട് അതാ അറബിച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. മസ്രയിൽ എങ്ങനെ എത്തിപ്പെട്ടു? എന്തായിരുന്നു, ജോലി ചെയ്യുമായിരുന്നോ? അങ്ങനെ ഓരോ കാര്യങ്ങൾ അവളെക്കുറിച്ച് അറിയുവാൻ വേണ്ടിയിട്ട്. യാ ജെയ്ത്തൂൻ, എന്തൊക്കെ തന്നെയാലും നിനക്ക് മസ്രയിൽ നിന്ന് കിട്ടിയ പെൺകുട്ടി മാഷാ അല്ലാ സൂപ്പർ പെൺകുട്ടിയാണ്. എങ്ങനെ നിനക്ക് കിട്ടി എന്നതിനെ കുറിച്ചാണ്. അതൊക്കെ പഠിച്ച റബ്ബിൻ്റെ ഓരോ നിയമത്ത്, അല്ലാതെന്ത് പറയാനാ? ഞാൻ എന്നും അർബാബിനോട് പറയുന്ന കാര്യമാണിത്.
പക്ഷെ അന്നൊക്കെ എന്നെ എതിർക്കുമായിരുന്നു. എന്താ നീ പറയുന്നത്? ഒടുവിൽ ഇവളെ കണ്ടു, കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു, ഇവളെ ഓക്കെ ആയി. പക്ഷെ അർബാവിന് അങ്ങനെ എന്തൊക്കെ തന്നെയായാലും അൽഹംദുലില്ലാ അവരുടെ നിക്കാഹ് കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ഗർഭിണി, പൂർണ്ണ ഗർഭിണിയായി നിൽക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ശരിക്ക് 8 ആണെന്നാണ് എൻ്റെ കണക്കിൽ വെച്ച് നോക്കുക. പക്ഷെ ഡോക്ടർ പറയുന്നത് ഇത് 9 ആയിട്ടുണ്ടെന്നാണ്. എന്തായാലും പഠിച്ചോനെ ആരോഗ്യമുള്ള കുഞ്ഞിനെ നീ നൽകു റഹ്മാനെ, അതാണ് എൻ്റെ പ്രാർത്ഥന. മോളുടെ വീട് എവിടെയായിരുന്നു? എൻ്റെത് ഇന്ത്യയിൽ കേരള. ഓ മാഷല്ലാ, ആ മൈ ഗോഡ്. പെട്ടെന്നാണ് അറബിച്ച് അത് വിചാരിച്ചത്. ആ ഷെഫി ഉസ്താദും കേരളത്തിൽ നിന്ന് തന്നെയാണല്ലോ, കേരളത്തിൽ നിന്ന് തന്നെയാണ് ഷെഫി ഉസ്താദും വന്നിട്ടുള്ളത്. അതാണ് എൻ്റെ ഒരു ഓർമ്മ. ഓ ഇനിയിപ്പോൾ ഇവർക്ക് അറിയുമോ ആവോ? അതറിയുവാൻ ചാൻസ് ഉണ്ടാവില്ല. കാരണം ഷെഫി ഉസ്താദ് എന്ന് പറഞ്ഞാൽ വേറെ സെക്ഷൻ, ഇവൾ വേറെ. എന്നാലും ഒന്ന് ചോദിച്ചു നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, സ്വലിഹായ ഒരാളല്ലേ, അദ്ദേഹത്തെ വെറുതെ ആ ഒരു പെണ്ണിനെ കണ്ട് അത് വേണ്ട. ആ അറബിച്ചിക്ക് എങ്ങനെയെങ്കിലും അവർ തമ്മിൽ നാട്ടുകാരാണോ എന്നറിയണം. അതിനു വേണ്ടിയിട്ട് പല വഴികളും അറബിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ ഷെഫി ഉസ്താദ് എന്ന് പറഞ്ഞാൽ സ്വാലിഹ ഒരു മനുഷ്യനാണ്. ഒരു പെണ്ണിനെ കാണിച്ചു കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല. അറിയുമോ എന്ന് ചോദിക്കുന്നതും ശരിയല്ല. ഒരേ നാട്ടുകാരാണോ? അല്ലെങ്കിൽ വേണ്ട, എന്തിനപ്പോൾ ആവശ്യമില്ലാത്തതിന് നിൽക്കുന്നത്? പക്ഷേ അറബിച്ചിയുടെ മനസ്സിൽ സമാധാനമില്ലായിരുന്നു. ഷെഫി ഉസ്താദ്, അതെ അദ്ദേഹം ഒരു സ്വാലിഹായ ആളാണ്. പിന്നെ ഇവളുടെ കാര്യം ചോദിക്കുന്നത് അത് ശരിയാണോ? അത് ഗർഭിണിയായൊരു പെണ്ണ്, ഡെലിവറിക്ക് സമയമായ പെണ്ണ്, ഷെഫി ഉസ്താദിനെ വെറുതെ ബുദ്ധിമുട്ടിക്കണോ? അദ്ദേഹം ഖുർആൻ നിസ്കാരവും പാരായണവും കഴിയുന്ന ആളാണ്. അദ്ദേഹത്തിന് വെറുതെ... ആ അറബിച്ചിയുടെ മനസ്സിൽ ഒരു സമാധാനമില്ലായിരുന്നു. സ്വന്തം നാട്ടുകാരായിട്ടും വേണോ അല്ലെങ്കിൽ വേണ്ട, വെറുതെ അവരെ എന്തൊക്കെയോ മനസ്സിൽ ചിന്തകളായിരുന്നു. എന്നാൽ ഷെഫി ഉസ്താദ് ഭക്ഷണമെല്ലാം കഴിച്ച് വളരെയധികം ബഹുമാനത്തോടുകൂടി അദ്ദേഹം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അറബി അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു. എങ്ങോട്ടാ? ഇവിടെ ഇരുന്നോളൂ. സെയ്ഫുദ്ദീൻ അറബി അവരെ നല്ല രീതിയിൽ ഇരുത്തി. അല്ല ഞാൻ അങ്ങോട്ട് അല്ല, ഇവിടെ ഇരുന്നോളൂ, കുഴപ്പമില്ല. അറബിയും പറഞ്ഞു. ഷെഫീഖ് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളൊക്കെ ഇവിടെയല്ലേ, വെറുതെ ഇതിന് പുറത്തു പോയി ഇരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയാണ് കേട്ടോ. ഇൻഷാ അല്ലാ വൈകാതെ തന്നെ ഒരു കുഞ്ഞ് പിറക്കും. സമയമായി തുടങ്ങിയിട്ടുണ്ട്. മാഷാ അല്ലാ, മബ്രൂക്ക്. ഇൻഷാ അല്ലാ കുഞ്ഞിനെ കാണുവാൻ വേണ്ടി ഞങ്ങളൊരു ദിവസം വരാം. അതെ, ഞങ്ങൾ ഇൻഷാ അല്ലാ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് വരാം കുഞ്ഞിനെ കാണുവാൻ വേണ്ടി, സമ്മാനങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ? ഷെഫി ഉസ്താദ് ഒരിക്കലും അറിയുന്നില്ല അത് ഫർസാനിയാണ് ആ ഗർഭിണിയായ പെണ്ണ് എന്നുള്ള കാര്യം. ഒരു പക്ഷേ അതറിഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും ഷെഫി ഉസ്താദിൻ്റെ സ്ഥിതി? ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ എന്തായിരിക്കും തോന്നുക? ഷെഫി ഉസ്താദും ഫർസാനിയും കണ്ടുമുട്ടുമോ? കണ്ടുമുട്ടിയാൽ എന്തായിരിക്കും അവരുടെ ആ ഒരു ആദ്യത്തെ കാഴ്ചയിൽ അവരെന്തായിരിക്കും പറയുക? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഷെഫി ഉസ്താദും ഫർസാനിയും ഇനി ഒന്നിക്കുമോ? ഇനി ഒന്നിക്കണോ? ഷെഫി ഉസ്താദും ഫർസാനിയും കണ്ടുമുട്ടുമോ? അവർക്ക് എന്തൊക്കെ പറയുവാനുണ്ടാകും? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.